പ്രിയ കർഷക സുഹൃത്തുക്കൾക്ക് കാർഡമം പ്ലാന്ററിന്റെ വേറിട്ട ഒരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഏലകൃഷിയുടെ ഭാവി, അല്ലെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് ഭാവിയിൽ ഏലകൃഷി നേരിടാനിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ടോണിയോട് ചോദിച്ചറിയാം. ടോണി, ഇടുക്കിയിലെ ഏലകൃഷിയുടെ ഭാവി എന്താണ്? ഇനി ഇടുക്കിയിലെ ഏലകൃഷകൻ നേരിടാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റി കൂടുതലായി ഒന്ന് പറയാമോ? ഈ ഏലകൃഷിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏലകൃഷിക്ക് ലോകമെമ്പാടും നോക്കുമ്പോൾ ഒരു നല്ല ഫ്യൂച്ചർ തന്നെ ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ 2025 അപേക്ഷിച്ച് 2030 ആകുമ്പോഴത്തേക്കിന് ഈ ഏലത്തിൻ്റെ ഒരു വിപണി മൂല്യം എന്ന് പറയുന്നത് $1.22 ബില്യൺ ആ ഒരു ലെവലിലോട്ട് ഏലകൃഷി വളരുവാനുള്ളൊരു സാഹചര്യമുണ്ട്. ഏലക്കായുടെ മൂല്യം, ഒരു ഡിമാൻഡെല്ലാം വർദ്ധിക്കുവാനുള്ള സാഹചര്യമാണ് നമ്മൾ ഈ ലോക വിപണിയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. എന്നാൽ ഇതേ സാഹചര്യം നമ്മൾ ഇടുക്കി ജില്ലയിലെ ഏലകൃഷിയുടെ ഭാവി എന്ന വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പല പ്രതിസന്ധികളുമാണ് മുന്നോട്ടുള്ള കൃഷിയിൽ നമ്മൾ നേരിടാൻ പോകുന്നത്. ഇപ്പം ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം. നമുക്കറിയാം 2018 ശേഷം, പ്രളയത്തിന് ശേഷം നമ്മൾ ഈ 2025 വന്നു നിൽക്കുന്ന ഈ സമയത്ത് ഏലകൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ ശക്തമായ മഴയാണ് നമ്മൾ നേരിടുന്നത്. അപ്പോൾ ഏലകൃഷിയെ സംബന്ധിച്ച് മഴ ആവശ്യമുള്ള ഒരു കൃഷി തന്നെയാണ്. എന്നാൽ പണ്ട് കാലങ്ങളിൽ ഈ ഹൈറേഞ്ച് മേഖലയിൽ പെയ്തുകൊണ്ടിരുന്ന മഴ എന്ന് പറയുന്നത് നമ്മൾ 40 പോയിന്റ് മഴ എന്ന് പറയും. അതായത് എപ്പോഴും പെയ്യുന്ന ഒരു തൂളൽ മഴയായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. എന്നാൽ ആ കാലാവസ്ഥയൊക്കെ മാറിയിട്ട് മഴ പെയ്യുന്ന സമയത്ത് അതിശക്തമായ മഴ, എന്നാൽ മഴയില്ലാത്ത സമയത്ത് അതിശക്തമായ വെയിൽ. അതുപോലെ തന്നെ ഓരോ വർഷങ്ങൾ കഴിയും തോറും ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏലകൃഷിയെ സംബന്ധിച്ച് ഒരു 30 ഡിഗ്രിക്ക് മുകളിലോട്ട് ചൂട് ഉയരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചെടികളിൽ പൂവെടുക്കുന്നതും കായെടുക്കുന്നതും വളരെ കുറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷവും കാലാവസ്ഥ ചൂട് കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൃഷിയെ വളരെ പുറകോട്ടടിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കാലാവസ്ഥ തന്നെയാണ് പ്രധാന വില്ലൻ. നമ്മുടെ ഏലകൃഷിയെ സംബന്ധിച്ച് മുന്നോട്ട് കാലാവസ്ഥ തന്നെയാണ് നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, ഈ കാലാവസ്ഥ അല്ലാതെ അടുത്തതായി പറയാൻ പറ്റുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് കഴിഞ്ഞിടയ്ക്കാണെങ്കിലും ഈ കായെടുക്കാൻ ആളില്ലാത്തതുമായി ബന്ധപ്പെട്ടുള്ള കർഷകരുടെ ഇടയിൽ നിന്നുള്ള ഫീഡ്ബാക്കുകൾ വരികയുണ്ടായി. അതിനെപ്പറ്റി ഒന്ന് കൂടുതലായിട്ട്. അപ്പം നമുക്കറിയാം, ഈ ഏലകൃഷി എന്ന് പറയുന്നത് വളരെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു കൃഷിയാണ്. മറ്റ് കൃഷികളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വിളവെടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രം ലേബർ കൂടുതലായിട്ട് മതി. എന്നാൽ ഏലകൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ത്രൂ ഔട്ട് എല്ലാ സമയത്തും വളരെയധികം ജോലിക്കാർ വേണ്ട ഒരു കൃഷിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 365 ദിവസം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരേക്കർ തോട്ടം പരിപാലിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തൊഴിലാളി എങ്കിലും മിനിമം വേണം. ആ 365 ദിവസം ഒരു തൊഴിലാളി പണിയെടുത്താൽ മാത്രമേ കൃഷി മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ തന്നെ അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏലക്ക വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് കൃഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ലേബർ വേണ്ട ഒരു കൃഷിയാണ്. നമ്മൾ ബാക്കി പരിപാലനമൊക്കെ ചെറിയ തോട്ടക്കാർ സ്വയമായിട്ട് ചെയ്താൽ കൂടി ഈ ഏലക്ക എടുക്കുന്ന സമയത്ത്, അതായത് വിളവെടുക്കുന്ന സമയത്ത് വളരെയധികം തൊഴിലാളികൾ വേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിപ്പോൾ നമ്മുടെ കൃഷി മേഖലയെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ലേബർ ഷോർട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏലകൃഷിയെ സംബന്ധിച്ച് ലേബർ ഷോർട്ടേജ് വളരെ അധികമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഇതിനകത്തൊരു ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ ഇതിനകത്തൊരു ത്രെഡും ഉണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഈ ലേബർ സപ്ലൈ എന്ന് പറയുന്നത് കാര്യക്ഷമമായിട്ട് നിലവിൽ നടക്കുന്ന ഒരു സാഹചര്യമില്ല. നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന തൊഴിലാളികൾ അസംഘടിതരായിട്ടുള്ള ഒരു മേഖലയായിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഒരു സംഘടിതമായിട്ടുള്ള രീതിയിലൊരു ലേബർ സപ്ലൈയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള കാലങ്ങളിൽ ഈ ലേബർ ഷോർട്ടേജ് പരിഹരിക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മുടെ ഏലകൃഷി അഭിമുഖീകരിക്കാൻ പോകുന്നത് വളരെ വലിയൊരു പ്രതിസന്ധി ആയിരിക്കും.
അപ്പോൾ ഒരു സംശയമായിട്ടുള്ളത്, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ നമുക്ക് കിട്ടുന്നുണ്ട്. പണി അറിയാവുന്ന തൊഴിലാളികളെ കിട്ടുക എന്നുള്ളത് ഒരു വലിയൊരു വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും. നമുക്കറിയാം, ഇപ്പം നോർത്ത് ഇന്ത്യ എന്നൊക്കെ വരുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് ഏലത്തോട്ടവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ആൾക്കാരാണ്. അപ്പോൾ ഇവർ വന്നു കഴിയുമ്പോൾ ഇവർക്ക് പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അതുപോലെ നമുക്കറിയാം, ഈ ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യേണ്ടത് മറ്റൊരു കൃഷിക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഏലകൃഷി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടിയെ സംബന്ധിച്ച് ഒരു 50% അല്ലെങ്കിൽ 60% ഷെയ്ഡ് മതി. അപ്പോൾ ബാക്കി ഷെയ്ഡ് നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ ഈ മരങ്ങൾക്ക് മുകളിൽ കയറി അവിടെ നിന്ന് ജോലി ചെയ്യേണ്ട, അല്ലെ ഷെയ്ഡ് അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടല്ല ഏലത്തോട്ടങ്ങളിൽ ഈ ജോലി ചെയ്യുന്നത്. അതുപോലെ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻഷുറൻസോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് വളരെയധികം അപകടങ്ങൾ നമ്മുടെ ഏലത്തോട്ടങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ ഏലകൃഷിയെ സംബന്ധിച്ച് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. പ്രോപ്പറായിട്ട് ട്രെയിനിങ് നമ്മുടെ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ഇത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം നിലവിൽ നമ്മുടെ ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. അതെ. അടുത്തതായിട്ടുള്ളൊരു സംശയം എന്ന് പറയുന്നത്, വളപ്രയോഗവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഭാവിയിലേക്ക് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇപ്പം പണ്ടത്തെ ഒരു സാഹചര്യം മാറിയിട്ട് ഈ വളങ്ങളെല്ലാം, ചെടിക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കർഷകർക്ക് വളരെ അവൈലബിൾ ആകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഫോളിയർ ഫെർട്ടിലൈസർ ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ സോയിൽ ആപ്ലിക്കേഷൻ ഫെർട്ടിലൈസർ ആയിട്ടാണെങ്കിലും, ഓർഗാനിക് ഫെർട്ടിലൈസർ ആണെങ്കിലും എല്ലാം കർഷകർക്ക് അവൈലബിൾ ആകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് മുന്നോട്ട് കൂടുവാനോ സാഹചര്യമുള്ളൂ. അതായത് എല്ലാം വിരൽത്തുമ്പി കർഷകർക്ക് ഈ വളങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ നിലവിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മിസ് മാനേജ്മെൻ്റ് ആണ്. അതായത് നമുക്ക് കിട്ടുന്ന വളങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വളരെ അധികമായിട്ട്, ക്രോപ്പ് ഇപ്പം ഏലക്കായ്ക്ക് നല്ല വിലയുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇത് അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ വളരെ അധികമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അധികമായിട്ട് നമ്മൾ ഈ വളങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ മണ്ണിനെ ദോഷകരമായിട്ടേ ബാധിക്കത്തുള്ളൂ. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെടിക്ക് ആവശ്യത്തിന് അധികമായിട്ട് നമ്മൾ വളം കൊടുക്കുമ്പോൾ ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ pH കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ മണ്ണിൻ്റെ pH കുറയുകയാണ് എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് മണ്ണിൽ നിന്നും എടുക്കുവാൻ സാധിക്കുകയില്ല. അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഉപ്പുരസം, അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇത് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതും ചെടികളെ വളരെ ദോഷകരമായിട്ട് ബാധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഫ്യൂച്ചറിൽ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് പ്രിസിഷൻ ഫാമിങ്ങിനെ പറ്റിയാണ്. ഈ പ്രിസിഷൻ ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മൾ ഒരു ചെടിക്ക് ആവശ്യം എത്രയാണോ ആ ചെടിക്ക് ആവശ്യത്തിന് മാത്രം ന്യൂട്രിയൻസ് നൽകുന്നൊരു രീതി. ഇങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ന്യൂട്രിയൻസിന് വേണ്ടി ചിലവാക്കുന്ന, അതായത് വളത്തിന് വേണ്ടി ചിലവാക്കുന്ന പണം നമുക്ക് കുറയ്ക്കുവാനും സാധിക്കും. എഫക്റ്റീവായിട്ട് ഇതിനെ നമുക്ക് കൈകാര്യം ചെയ്യുവാനും സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൃഷിയായിരിക്കും മുന്നോട്ട് ഏലകൃഷിയിൽ ഏറ്റവും ഉത്തമമായിട്ട് മാറാൻ പോകുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കീടനിയന്ത്രണമാണ്. അപ്പം അതിനെക്കുറിച്ചും കൂടെ കൂടുതലായിട്ടൊന്ന് പറയാമോ? ഈ കീടനിയന്ത്രണ മേഖലയിലും ഈ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കീടനാശിനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുതിയ തലമുറ കീടനാശിനികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പെസ്റ്റിനെ സ്പെസിഫിക് ആയിട്ടുള്ള കീടനാശിനികളാണ്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നുകൊണ്ടിരുന്ന ഈ മോണോക്രോട്ടോഫോസ്, പ്രൊപ്പനോഫോസ് ഇങ്ങനെയുള്ളതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡ് സ്പെക്ട്രം ആക്ടിവിറ്റി ആയിരുന്നു. അതായത് എല്ലാ കീടങ്ങളെയും അതുപോലെ തന്നെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഇതിനെല്ലാം കൂടി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ പുതുതായിട്ട് വന്നിരിക്കുന്ന കീടനാശിനികൾ ആ ഒരു കീടത്തിന് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രകൃതിയുടെ ഒരു സന്തുലനാവസ്ഥ നമുക്ക് കാത്തു സൂക്ഷിച്ചുകൊണ്ട് കീടനാശിനികൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള കാലത്തും ഇങ്ങനെയുള്ള കീടനാശിനികളായിരിക്കും കൂടുതലായിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് വരിക. അങ്ങനെ വരുന്നത് നമുക്കൊരു പക്ഷേ മുന്നോട്ടുള്ള കീടനിയന്ത്രണത്തെ സംബന്ധിച്ച് വളരെ കാര്യങ്ങൾ എളുപ്പമാകുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതിനകത്തും അടുത്ത വെല്ലുവിളിയായിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചെറിയ രീതിയിൽ തോട്ടങ്ങളുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ കീടനിയന്ത്രണത്തിന്, കീടനാശിനി തളിക്കുക എന്ന് പറയുന്നതിന് ആവശ്യമായിട്ട് ജോലിക്കാരെ ലഭ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു വീട് എടുക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു 1 ഏക്കർ 1.5 ഏക്കർ ആയിരിക്കും ചിലപ്പോൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇവിടെയുള്ള കൃഷി നിലവിൽ നോക്കുന്ന അപ്പനും അമ്മയ്ക്കും പ്രായമായ ഒരു സാഹചര്യം,
കുടുംബത്തിൽ ബാക്കിയുള്ള അംഗങ്ങൾ, അതായത് മക്കളെല്ലാവരും ജോലിക്ക് വേണ്ടി വിദേശത്തോട്ടും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഇതിനു വേണ്ടി ഒരു പ്രത്യേകമായിട്ട് ഇവർക്ക് ജോലി ചെയ്യാൻ മേല, ഒരാളെ വെളിയിൽ നിന്ന് കിട്ടാനില്ലാത്തൊരവസ്ഥ, ഇങ്ങനെ ഒരു വെല്ലുവിളി കൂടി ഈ കീടനിയന്ത്രണ മേഖലയിലുണ്ട്. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്ന, ഇതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു ജോലിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് കീടനിയന്ത്രണത്തെ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു കീടനിയന്ത്രണ മാർഗത്തിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ജോലി സാധ്യത കൂടി നിലനിൽക്കും. അതെ. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് രോഗനിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ്. രോഗനിയന്ത്രണത്തിൽ വരും ഭാവിയിൽ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള പ്രിക്വേഷൻസ് ആണ് എടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റി കൂടി. ഈ കീടങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, നമുക്ക് ആ കീടങ്ങളെ നമുക്ക് കണ്ണുകൊണ്ട് കാണുവാനും അത് ഏത് രീതിയിലാണ് നമ്മുടെ ചെടികളെ ആക്രമിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയുവാനും അതിനനുസരിച്ച് നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കാനും സാധിക്കും. പക്ഷേ ഈ രോഗങ്ങളെ സംബന്ധിച്ച് നിലവിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന രോഗങ്ങളല്ലാതെ പുതിയ രോഗങ്ങൾ, അതായത് കാലാവസ്ഥയുടെ വ്യതിയാനം ഉണ്ടായി കഴിയുമ്പോൾ തന്നെ രോഗങ്ങളുടെ എണ്ണം കൂടുവാനും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രോഗങ്ങൾ ഏലച്ചെടിക്ക് വരുവാനുമുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ പുതിയ രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് നമ്മൾ നേരിടുന്നത് ഈ രോഗങ്ങളെ തിരിച്ചറിയാൻ വരുന്ന കാലതാമസമാണ്. ഒരു രോഗം വരുമ്പോൾ, ഇപ്പോൾ ഒരു കീട ആക്രമണമാണെന്ന് നമുക്ക് ആ കീടത്തെ കാണാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ ഒരു രോഗം വന്ന് ആ ചെടി ചിലപ്പം നശിച്ചു പോകുന്ന സ്റ്റേജിലായിരിക്കും നമ്മളതൊരു പുതിയ അസുഖമാണ് എന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ മേഖലയിൽ കൃത്യമായ രീതിയിൽ ചെടികൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ രോഗനിർണയത്തിനും അതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള റിസർച്ചുകൾ വളരെയധികം നടക്കേണ്ടതുണ്ട്. അങ്ങനെ നടന്നില്ലെന്നുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം നിലവിൽ കാണാത്ത ഒരു രോഗം പുതുതായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൃഷിയെ തന്നെ പൂർണ്ണമായിട്ടും ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഏലകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ചുകൾ കൂടുതലായിട്ട് നടന്ന് ഒരു പുതിയ രോഗം വന്നാൽ അപ്പോൾ തന്നെ അതിനെ രോഗനിർണയം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പുതിയ തലമുറയിൽപ്പെട്ട വളരെയധികം ആളുകൾ ഏലകൃഷിയിലേക്ക് വരുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിന് ഇതുവരെ തന്ന എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകൾക്കും വളരെയധികം നന്ദി. ഇതുപോലെയുള്ള പുതുമയാർന്ന ഒരു അധ്യായവുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഫ്രം കാർഡമം പ്ലാന്റ് ഇടുക്കി.